ഹായ് എവരിവൺ, എല്ലാവർക്കും നോക്ക് റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ഹെൽത്തിയും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞങ്ങളിവിടെ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള കറിയാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വൈകാതെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള പകുതി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയും ഉള്ളിലെ കുരുവുമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് കൊണ്ടുവരണം. അതിനുശേഷം നമ്മുടെ കുമ്പളങ്ങ നുറുക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ കുമ്പളങ്ങ നുറുക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പാണ്. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പാണിത്. അടുത്തതായി ഒരു അരക്കപ്പ് നാളികേരമാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തോളം പുളി. പിന്നെ ഇതിലേക്ക് പൊടികളായി വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. എന്റെ കയ്യിൽ മുളക് പൊടിക്ക് അത്ര എരിവില്ലാത്ത കാരണമാണ് ഞാൻ 2 ടീസ്പൂൺ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് എടുക്കുന്ന അളവും വ്യത്യാസപ്പെടുത്തി എടുക്കാം. പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ഒരു ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണ്. പിന്നെ ഒരു 2 തണ്ട് വേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനം താളിക്കാനായിട്ട് ഒരു ടീസ്പൂൺ കടുകും ആവശ്യത്തിന് വെളിച്ചെണ്ണയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 250 ml ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഈ കുക്കറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും വെന്ത് കിട്ടുന്ന നേരമാകുമ്പോഴേക്കും നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചെയ്യാനുള്ളത് നാളികേരത്തിന്റെ അരപ്പ് തയ്യാറാക്കലാണ്. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നല്ല ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാളികേരത്തിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നാളികേരം ഞാൻ മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. ഇത് അവസാനം കടുക് പൊട്ടിക്കുമ്പോൾ അതിനോടൊപ്പം മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. നമുക്ക് ഈ നാളികേരവും ജീരകവും ഒരു 3/4 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഈ അരച്ചെടുത്ത നാളികേരക്കൂട്ട് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇവിടെ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും ഒക്കെ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കറക്റ്റ് ഒരു വിസിൽ മാത്രമേ വരുത്താറുള്ളൂ. എനിക്ക് കുമ്പളങ്ങയും പരിപ്പൊന്നും ഒരുപാട് വെന്തുടഞ്ഞു പോകുന്നത് ഇഷ്ടമില്ല. ഇനി ഞാൻ വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതോടൊപ്പം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പുളി തന്നെ 2ാം വട്ടം കഴുകിയെടുത്ത് ആ വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരിച്ചെടുത്ത് ആ ഒരു വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നന്നായി തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. കറിയുടെ കൺസിസ്റ്റൻസിയും നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായി ഞാൻ ഒരു തട്ക പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി അവസാനിക്കുന്ന സമയത്തേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു ടേബിൾ സ്പൂൺ നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ ഇതുപോലെ ചെറിയൊരു ബ്രൗൺ നിറമായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ കറിക്ക് ഒരു പ്രത്യേക ഭംഗി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് താളിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഭംഗിയും ഒപ്പം ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് നമ്മുടെ ഈ കുമ്പളങ്ങ കൂട്ടാൻ. കുമ്പളങ്ങയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടാണ്. ഞാൻ ഇതിനു മുന്നും കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന അലുവയും അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന കുമ്പളങ്ങ ജ്യൂസും ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് കുമ്പളങ്ങ. നമുക്ക് എല്ലാ സ്ഥലത്തും സുലഭമായി കിട്ടുന്ന ഒരു വെജിറ്റബിൾ കൂടിയാണിത്. അപ്പോൾ ഇതുപോലുള്ള കുമ്പളങ്ങ കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിനും അത്രയ്ക്കും വാല്യൂ ഉണ്ട്. അത് കാരണമാണ് ഓരോ വീഡിയോയിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടിയുള്ള ഈ ഒരു വെജിറ്റബിൾ കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.